പ്രിയമുള്ളവരെ, ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിൽ ടൈം മാനേജ്മെൻറ്റ് എന്ന വിഷയവുമായി നിങ്ങളോടൊപ്പം ഖദീജ എ.വി. നമുക്കറിയാം, നമ്മുടെ വീടെല്ലാം രാവിലെയാകുമ്പോൾ ഒരു കൊച്ചു യുദ്ധഭൂമി അല്ലെങ്കിൽ ഒരു പൂരപ്പറമ്പ് അല്ലേ? കാരണം എന്തൊക്കെ തിരക്കുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും എന്തിനൊക്കെയോ വേണ്ടി ബഹളം വെച്ച് ഓടുകയാണ്. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് ഞാൻ രാവിലെ സമയം സ്കൂളിലിരിക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, നമുക്കെല്ലാം കിട്ടുന്നത് 24 മണിക്കൂർ. ആ സമയത്തെ ഒന്ന് കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ സമയം നമ്മുടെ മുന്നിൽ വിജയമായും ചില സമയങ്ങളിൽ പരാജയമായും സന്തോഷമായും എൻജോയ്മെൻറ്റായുമൊക്കെ പ്രത്യക്ഷപ്പെടും. ഇല്ലെങ്കിൽ അവൻ ഒരു ഭീകരൻ തന്നെ. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പിറകിൽ നിന്നും ആരോ തട്ടിയതുപോലെ തോന്നിയത്. ഞാൻ തിരിഞ്ഞു നോക്കി. ആ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ മുഖത്ത് ഭയമുണ്ടായിരുന്നു. ആ ശബ്ദത്തിൽ ഇടർച്ചയുണ്ടായിരുന്നു. പെട്ടെന്ന് അവർ തൻ്റെ കുപ്പിയിൽ നിന്നും കുറച്ച് വെള്ളമെടുത്ത് കുടിച്ച്, ഞാൻ വിചാരിച്ചു എല്ലാം തീർന്നു എന്ന്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? എന്തപ്പോൾ ഒന്ന് പ്രത്യേകിച്ച്? അപ്പോഴാണ് അവർ അവരുടെ കഥ പറഞ്ഞു തുടങ്ങുന്നത്. ഇന്ന് 6:45 കഴിഞ്ഞിട്ടാണ് ഞാൻ അടിച്ചു വരാനായി മുറ്റത്തേക്ക് പോയത്. ആരോ പിറകിൽ നിന്നും വിളിച്ചു, ശ്യാമളേ ശ്യാമളേ. അപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത്. എത്ര ദിവസമായി ഇവരെയൊക്കെ ഒന്ന് കണ്ടിട്ട്. സമയമില്ല, ഒന്നിനും സമയമില്ല. ജോലി, തിരക്ക്, വീട്, ഒന്നും പറയണ്ട. അവർ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. അതെ, അടുത്ത ആഴ്ചയിൽ ഒരു കല്യാണമില്ലേ? നീ പോകുന്നുണ്ടോ? നമുക്ക് ഒരു വീട്ടുതാമസമില്ലേ? എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രാധാന്യമൊന്നുമില്ലാത്ത പല കാര്യങ്ങളും. എന്നാൽ ഞാൻ അവരെ എങ്ങനെ ഒഴിവാക്കും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അടുപ്പത്ത് എന്തോ കരിയുന്നത് പോലെ തോന്നിയത്. ഞാൻ ഓടി വീട്ടിൽ കയറി. കറി കരിഞ്ഞു പോയിരിക്കുന്നു. ആരും നോക്കാനില്ല. വീട്ടിൽ അപ്പോഴും പല ബഹളങ്ങളും നടക്കുകയാണ്. ഓടി നടക്കുന്നതിനിടയിൽ ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു, അതെ, ഞാനിന്ന് നേരത്തെ പോവുക, എനിക്ക് ചായ വേണ്ട. നിന്നെയും മകനെയും സ്കൂളിൽ വിടാൻ എനിക്കിന്ന് സമയമില്ല. ചെറിയൊരു നീരസമൊക്കെ എനിക്ക് തോന്നി. എങ്കിലും ഞാൻ പെട്ടെന്ന് മകനെ റെഡിയാക്കി സ്കൂൾ ബസ്സിൽ കയറ്റി വീണ്ടും വീട്ടിലേക്ക് ഓടി. എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ബൈക്കുമെടുത്ത് ഞാൻ സ്കൂളിലെത്തി. പെട്ടെന്ന് വലിയ പരിചയമൊന്നുമില്ലല്ലോ എനിക്ക്. ഞാൻ സ്കൂളിലേക്ക് തിരിയുകയായിരുന്നു. അപ്പോഴാണ് എതിർവശത്ത് വന്ന 2 കുട്ടികൾ എൻ്റെ ബൈക്കിന് മുന്നിലേക്ക്. അയ്യോ, ഒന്നും പറയണ്ട. എങ്ങനെയാണ് ഞാനത് സ്റ്റോപ്പ് ചെയ്തത് എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. പിന്നെയുള്ള സമയം എനിക്ക് ആലോചിക്കാൻ വയ്യ. പെട്ടെന്ന് അവർ നിർത്തി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അല്ല, നിങ്ങളുടെ വീട്ടിലെ ജോലി മുഴുവൻ നിങ്ങളാണോ ചെയ്യുന്നത്? അതെ, വേറെ ആര് ചെയ്യാനാ? എല്ലാത്തിനും എൻ്റെ കൈയെത്തണം. അപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞു, അതെ, ഇതാണ് ആദ്യത്തെ പ്രശ്നം. നമുക്കെല്ലാവർക്കും 24 മണിക്കൂറുണ്ട്. എല്ലാ ജോലികളും ഞാൻ തന്നെ ചെയ്യണം എന്ന് വെച്ചാൽ നടക്കില്ല. അതിനു പകരം ആ ജോലിയൊന്ന് പകുത്തു കൊടുത്തുകൂടെ? എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാനും നമുക്ക് എല്ലാവർക്കും ജോലിയും അതോടൊപ്പം സമയവും എല്ലാം എൻജോയ് ചെയ്യാനും പറ്റും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനും അവരും കൂടെ ഒന്നിച്ചു പറഞ്ഞു, അതെ, നമ്മൾ സമയമറിയണം, സമയത്തെ അറിയണം അല്ലേ? അപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ട ഒരു ക്ലാസ്സിനെ കുറിച്ച് ആലോചിച്ചത്. അപ്പോൾ ഞാൻ അവരോടായി പറഞ്ഞു, സത്യത്തിൽ നമുക്കൊന്നും സമയം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നറിയില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളെ ഒന്ന് ഡിവൈഡ് ചെയ്യണം. അതായത് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി അർജൻറ്റ്, നോട്ട് ഇമ്പോർട്ടൻറ്റ്, അർജൻറ്റ്, അല്ലെങ്കിൽ നോട്ട് ഇമ്പോർട്ടൻറ്റ്, നോട്ട് അർജൻറ്റ്, അങ്ങനെയൊക്കെ പല തലങ്ങളിലായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ വിഭജിക്കുകയാണെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം? സമയത്തെ സന്തോഷത്തോടെ നേരിടാം. അങ്ങനെയാകുമ്പോൾ ഒരിക്കലും നമ്മുടെ മുന്നിൽ സമയം ഒരു വില്ലനാവുകയില്ല എന്ന് പറഞ്ഞ് അവസാനിക്കുമ്പോൾ വീണ്ടും സമയത്തിൻ്റെ വിളി, ഒരു ബെല്ലടി. ഞങ്ങൾ 2 പേരും ക്ലാസ്സിലേക്ക് എഴുന്നേറ്റ് ഓടി. അങ്ങനെ ആ കഥ അവിടെ അവസാനിക്കുന്നതോടൊപ്പം ഞങ്ങൾ വീണ്ടും സമയം നോക്കി ഞങ്ങളുടെ കഥ തുടരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയം അവസാനിപ്പിക്കുന്നു. ഓക്കെ.